കോൺഗ്രസ് നേതാവ് JS അഖിൽ കൂടി ഇപ്പോൾ ചേരുകയാണ്. അഖിൽ, എന്താണ് ഈ സംഭവിക്കുന്നത്? ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ള വ്യക്തമായ സന്ദേശം UDF-ന് കിട്ടിയിട്ടുള്ളതാണ്. അവിടെ കോൺഗ്രസ് ഇങ്ങനെ കുട്ടികൾ നടത്തുന്നത് എന്തിനാണ്? മഞ്ജുഷേ, അതിനകത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എക്കാലവും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ കുറേ കാലങ്ങളായി അവർ അതിനകത്തുള്ള ഒരു 10 വർഷക്കാലമായി സംഘടനാപരമായി അതിനകത്തുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ പടലപ്പടക്കങ്ങളെല്ലാം തന്നെ പുകഞ്ഞ് കണ്ണൂർ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ മാധ്യമങ്ങൾ എന്തിനാ കോൺഗ്രസിന്റെ പുറകെ പോകുന്നത്? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പോയിട്ടില്ല. അങ്ങനെ കുറ്റപ്പെടുത്തല്ല. ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയിൽ കണ്ണൂരിൽ വലിയ കലഹമാണ് നടക്കുന്നത്. അതെ, അതാണ് നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യാം. നമുക്ക് ആ വിഷയം മഞ്ജുഷ നമ്മൾ ഇതുവരെ വിട്ടിട്ടില്ല. അല്ല, ഞാൻ പറയുന്നത് നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യണം. അല്ല, നമ്മൾ മഞ്ജുഷ ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യണം. കണ്ണൂർ പോലെ ഒരു ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ എന്താണ്? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ആ ജില്ലയിൽ ആ സംഘടനാ സംവിധാനം വളർത്തിയെടുത്ത നേതാക്കന്മാർ, അവരെല്ലാവരും തന്നെ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്താ? ഇന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അധപ്പതനത്തിന് വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ട് അവർ പ്രവർത്തിക്കേണ്ട സാഹചര്യം വരുന്നു. ഇത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി ആ കണ്ണൂർ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA ആയിരിക്കുന്ന ആളുകൾ MLA സ്ഥാനം പോലും രാജിവെക്കാതെ നേരെ പോയി BJP-യിൽ മെമ്പർഷിപ്പ് എടുത്തും അവർ മത്സരിക്കുകയാണ്. അവർക്ക് BJP-യിലേക്ക് പോകാൻ യാതൊരു വിധമായ ഐത്തവും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഇവിടെ നമ്മളെ ചർച്ച നിങ്ങളുടെ നേതാവ് K. സുധാകരൻ ഇത് എന്താണ് കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അല്ല, ഞാൻ മഞ്ജുഷേ, നിങ്ങൾ ഇതെല്ലാം പറയുമ്പോഴും K. സുധാകരൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവിന് അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് മത്സരിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം കോൺഗ്രസ് പാർട്ടിയോട് പ്രകടിപ്പിക്കുന്നതിന് എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. എന്താണ് തെറ്റ്? അദ്ദേഹത്തിന് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്രകടിപ്പിക്കുന്നത് എന്താ തെറ്റ്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് നിങ്ങൾ ഈ CPM-നകത്തുള്ള നേതാക്കന്മാർ എടുക്കുന്ന സ്റ്റാൻഡ് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. CPM-നകത്ത് സിറ്റിംഗ് MLA പോയി BJP-യിൽ മത്സരിക്കാൻ പോവുകയാണ്, 2020 ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു സിസ്റ്റമോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ അസ്വസ്ഥതയുള്ള ആളുകൾ BJP-യുടെ ഭാഗമായി മാറുന്നതൊന്നും നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. ഇവിടെ കോൺഗ്രസിലെ ഈ ആഭ്യന്തര കലഹം ജനങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ അത് നടക്കാതിരിക്കുന്നതിന് വേണ്ടി ആയിപ്പോകരുത് എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ വളരെ വ്യക്തമായി, അത്തരം ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ BJP-ക്കകത്തുള്ള പടലപടക്കങ്ങൾ പുറത്തുവിടൂ. മഞ്ജുഷിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി തരാനാണ് ഇരിക്കുന്നത്. വളരെ കൃത്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. BJP-ക്കകത്തുള്ള പഠനപട്ടക്കങ്ങൾ നിങ്ങൾ വാർത്തയാക്കി ഇന്നത്തെ സ്ക്രീൻ ടൈം, ഞാൻ ഇന്ന് രാവിലെ മുതൽ ചാനലുകൾ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. രാവിലെ മുതലുള്ള സ്ക്രീൻ ടൈം, രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ സുധാകരൻ എങ്ങോട്ട് പോകും, സുധാകരൻ BJP-യിലേക്കോ, സുധാകരൻ CPM-യിലേക്കോ, സുധാകരൻ സ്വതന്ത്രനായിട്ടോ, സുധാകരൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, സുധാകരൻ കുളിക്കാൻ പോകുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വാർത്ത കൊടുക്കുക. നിങ്ങൾക്ക് ഒരു മ്ലേച്ഛ തോന്നുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം മത്സരിക്കുക തന്നെ. അത് ആഗ്രഹമുണ്ട്, അത് ഹൈക്കമാൻഡാണ് പരിശോധിക്കുന്നത്. ഞങ്ങൾക്ക് ആർക്കും ഇപ്പോൾ KPCC-യുടെ നേതൃത്വത്തിലുള്ള ആർക്കും തന്നെ അദ്ദേഹത്തിന്റെ മത്സര രംഗത്തേക്ക് ഇറക്കി വിടാനോ അദ്ദേഹത്തിന്റെ മത്സര തീരുമാനത്തെ അത് തടയാനോ അല്ലെങ്കിൽ അത് വേണ്ടെന്ന് പറയാനോ KPCC തലത്തിൽ ഞങ്ങൾക്ക് ആർക്കും തന്നെ അവകാശമില്ല. അപ്പോൾ വളരെ വ്യക്തമായി പറയും, ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് ഈ പാർട്ടിയുടെ ഹൈക്കമാൻഡാണ്. ഈ പാർട്ടിയുടെ ഹൈക്കമാൻഡുണ്ട്, മല്ലികാർജ്ജുൻ ഖാർഗെ പോലുള്ള ദേശീയ അധ്യക്ഷൻ ഞങ്ങൾക്കുണ്ട്. അത്തരം കാര്യങ്ങൾ, സംഘടനാപരമായ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട ACC-യുടെ ജനറൽ സെക്രട്ടറിമാരുണ്ട്, ഇവിടുത്തെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാരുണ്ട്. അദ്ദേഹത്തിന്റെ മത്സര താല്പര്യം അല്ലെങ്കിൽ മത്സര രംഗത്തേക്കുള്ള അദ്ദേഹത്തിന്റെ ആവശ്യം അംഗീകരിക്കേണ്ടത് അല്ലെങ്കിൽ തീരുമാനമെടുക്കേണ്ടത് AICC. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, അദ്ദേഹത്തിന് ഞാൻ സിമ്പിൾ കാര്യത്തിലേക്ക് കിടക്കുക. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള മത്സര ആഗ്രഹമുണ്ടെന്നും അത് ആഗ്രഹം AICC നേതൃത്വത്തിനോട് പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് AICC നേതൃത്വം തീരുമാനമെടുക്കാനുള്ള സാവകാശം കൊടുക്കണ്ടേ? നിങ്ങൾ രാവിലെ മുതൽ എന്തിനാ അതിന്റെ ശരി. ഡോക്ടർ G. ഗോപകുമാർ, അഖിൽ പറഞ്ഞതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? നമ്മൾ വെറുതെ മാധ്യമങ്ങൾ സുധാകരന്റെ പുറകെ പോവുകയാണ് എന്ന്, പക്ഷേ ഇതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാണ്? ഡോക്ടർ G. ഗോപകുമാർ. നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചത്തെ മാധ്യമ ലോകത്തിലെ പ്രസൻറ്റേഷനും ചർച്ചയും നോക്കിയാൽ വാസ്തവത്തിൽ മാധ്യമലോകം കൂടുതലും അറ്റാക്ക് ചെയ്ത് ലെഫ്റ്റിനെ ആയിരുന്നു. പ്രത്യേകിച്ച് സുധാകരൻ്റെ പ്രശ്നം വന്നു, അത് കഴിഞ്ഞ് TK ഗോവിന്ദൻ്റെ പ്രശ്നം വന്നു. നല്ല രീതിയിൽ അത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയും ബാക്കി പാർട്ടികളിലുള്ള പടലപ്പിണക്കം ഉൾപ്പെടെ എല്ലാം കൊടുത്തിരുന്നു. പക്ഷേ ഈ ഷോ സ്റ്റീൽ ചെയ്യുന്ന രീതിയിൽ, ഇതിൻ്റെ മുഴുവൻ കൈയടക്കുന്ന രീതിയിൽ സുധാകരൻ്റെ ഭാഗത്തു നിന്നും മറ്റു ചില ആൾക്കാരുടെ, ഏറ്റവും കൂടുതൽ സുധാകരൻ്റെ ഭാഗത്തു നിന്നും ഇത് അതായത് അദ്ദേഹത്തിന് മത്സരിക്കാൻ അവകാശവും സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടെങ്കിൽ അത് പറയാനൊരു വേദിയുണ്ട്, പറഞ്ഞിട്ടേക്ക് പോരണം എന്നല്ലാതെ, ഇല്ലെങ്കിൽ നടപ്പിലാക്കണമെങ്കിൽ നടപ്പിലാക്കണം. അതല്ലാതെ
അവിടെ തങ്ങി നിന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന കാണുമ്പോഴാണ് ന്യൂസ് വാല്യൂ കൂടുന്നത്. നാളെ അദ്ദേഹം BJP പോകുമോ? ന്യൂസ് വാല്യൂ ആണ്. അതേ പഴയൊരു ബൈറ്റുണ്ട്, എനിക്ക് തോന്നുമ്പോൾ ഞാൻ BJP പോകും. അങ്ങനെയൊക്കെ പറയുന്ന ഒരാളെക്കുറിച്ച് മാധ്യമ ലോകത്ത് നിൽക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും കാത്തു നിൽക്കും ഇദ്ദേഹം BJPയിലേക്ക് പോകുന്നോ ഇല്ലയോ എന്ന്. അച്ചടക്കമുള്ള ഒരു പ്രവർത്തകൻ്റെ ചുമതലയാണോ ഇത്? ഇത്ര പ്രായമായല്ലോ, ഈ ഒരേ സമയം MP സ്ഥാനവും അത് കഴിഞ്ഞിട്ട് MLA സ്ഥാനവും കൈവശം വയ്ക്കണമെന്ന്, ഇല്ലെങ്കിൽ അതിലേക്ക് താല്പര്യം കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.